ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA സോഷ്യോളജിയിലെ 4th സെമ്മിലെ സോഷ്യോളജി ഓഫ് കേരള എന്ന് പറയുന്ന പേപ്പറാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞതിന്റെ സെയിം എക്സ്പ്ലനേഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെമോഗ്രഫിക് ചേഞ്ചസ് ഇൻ കേരള, പിന്നെ കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം, അതൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ സെയിം സാധനം തന്നെയാണ് ഇവിടെ റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കേരളത്തിൽ ഒരു ഡെവലപ്മെന്റ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള രണ്ട് ഫീൽഡിൽ തന്നെയാണ്, ഹെൽത്തിലും എഡ്യൂക്കേഷനിലും. അപ്പൊ അത് തന്നെയാണ് ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1970s 1980s കാലഘട്ടത്തിലാണ് പറയുന്ന പോലെയുള്ള ഒരു ഇന്റർനാഷണൽ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കേരളത്തിൽ സംഭവിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വലിയൊരു സൊസൈറ്റിയിൽ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ള ഒരു പീരീഡ് ആണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് ഞാൻ ശിശുമരണ നിരക്ക് കുറഞ്ഞു, അതുപോലെ തന്നെ ബർത്ത് റേറ്റില് മാറ്റങ്ങൾ വന്നു. കേരളവും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 1951 കാലഘട്ടത്തിൽ കേരളത്തിലുള്ള ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 128ആണ്, അതേ സ്ഥാനത്ത് ഇന്ത്യയിൽ 140ആണ്. അപ്പൊ ആ ഒരു വ്യത്യാസം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ ലിറ്ററസിന്റെ കാര്യം, അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്, സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് പിന്നെയും വരുന്നത്. അതുപോലെ തന്നെ ജനസമയത്തുള്ള കുട്ടികളുടെ മരണം, അതും അതിന്റെ എണ്ണം ഒക്കെ കേരളത്തിൽ കുറവാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് തന്നെയാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിതദൈർഘ്യം അതും ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയണത്. ഫസ്റ്റത്തെ 2 പാരഗ്രാഫ് തന്നെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം സാധനം തന്നെയാണ് വീണ്ടും പറയാണ്. ലൈഫ് എക്സ്പെക്ടൻസി പറയുന്നുണ്ട്, ലിറ്ററസി പറയുന്നുണ്ട്. ലിറ്ററസി 1951 കാലഘട്ടത്തിൽ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 32% മാത്രമാണ്. മെയിൽ ലിറ്ററസി 50% കേരളത്തിൽ നോക്കുന്ന സമയത്ത്. പക്ഷെ 1991 ആയപ്പോഴേക്ക് ഫീമെയിൽ ലിറ്ററസിയിൽ 87%. അതുപോലെ തന്നെ മെയിൽ ലിറ്ററസി 95% ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത്രയും വലിയ ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയൊരു പ്രോഗ്രഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇതിൽ പറയുന്ന 2 കാര്യങ്ങൾ തന്നെയാണ്. ഹെൽത്തും എഡ്യൂക്കേഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിൽ കേരളത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ, ലൈഫ് ആൻഡ് ഹെൽത്ത് സംഭവമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഹെൽത്തും എഡ്യൂക്കേഷനും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയില്ല, എഡ്യൂക്കേഷൻ ഫീൽഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. അതും നമ്മൾ പറഞ്ഞതാണ്. ലാൻഡ് റിഫോംസ് നമ്മളെന്താ പറയാ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മുതലേ നമ്മൾ കുറെ ഭൂമിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നിശ്ചിത ആളുകൾക്ക് എത്ര ഭൂമി കൈവശം വെക്കാൻ പാടുള്ളൂ എന്നുള്ള ആക്ടുകൾ കൊണ്ടുവന്നു. ലാൻഡ് സീലിംഗ് ആക്ട് പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന് പാവപ്പെട്ട കർഷകർക്കൊക്കെ ലാൻഡ് വിതരണം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറി. അപ്പൊ ലാൻഡ് റിഫോംസ് അതും കേരള സർക്കാർ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭൂമികളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂ അജണ്ടനെ പറ്റി പറയുന്നുണ്ട്, പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ, PPC എന്ന് പറയുന്നുണ്ട്. അതൊരു ന്യൂ ഡെമോഗ്രഫിക് ഇനിഷ്യേറ്റീവ് ആണ്. അതായത് ടോപ്പ് ടു ബോട്ടം ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ഉണ്ടാക്കാന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഡെവലപ്മെന്റ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയും ലോക്കലായിട്ടും, അതുപോലെ ഡിസ്ട്രിക്ട് ലെവല് പഞ്ചായത്തുകൾ, ലോക്കൽ ലെവൽ പഞ്ചായത്തുകൾ, അങ്ങനെയുള്ള കുറെ ഒരു എന്താ പറയാ ഡിഫറെന്റ് ഓർഡറിൽ, സ്ട്രക്ചറിൽ ആയിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കേരളത്തിനെ പല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ഇതിൽ ഒരു
ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 മെയിൻ ഐഡിയാസ് പറയുന്നുണ്ട്. അത് സാധാരണ ജനങ്ങളിലേക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള ഒരു എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ കൊടുക്കുക. രണ്ടാമതായിട്ട് ക്യാമ്പയിന് ഈ ആളുകളുടെ ഇടയിൽ ഒരു എന്താ പറയാ, അധികാരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വേല അവർക്ക് എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. പിന്നെ അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ പറയുന്ന പോലെ കുറച്ചും കൂടെ ആളുകൾക്കിടയിൽ ഇറങ്ങി ചെല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുക. അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇതിൽ പറയണത്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടേഴ്സിനെ കുറിച്ചിട്ട് തന്നെയാണ്. ലോങ് ലൈഫ് എക്സ്പെക്റ്റൻസി ആണ്, ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി ആണ്, ലോ ബർത്ത് റേറ്റ് ആണ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പോളിസീസ് പ്രാക്ടീസസിന്റെ കാര്യത്തിൽ ഹെൽത്ത് കെയർ യൂട്ടിലൈസേഷൻ കുറെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഇക്കണോമിക്കൽ ഡിസ്പാരിറ്റീസ്, ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ഇൻഇക്വാലിറ്റി പോലെയുള്ള സംഭവങ്ങൾ അതും കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.